ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? എന്നാൽ നമുക്ക് ഡേ 2 സലാല വ്ളോഗിലേക്ക് കടന്നാലോ. ലാസ്റ്റ് 2 വ്ളോഗുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. ആ 2 വ്ളോഗിലും ആദ്യമായിട്ട് സലാല വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വ്ളോഗിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സലാലയിലെ 2ാമത്തെ ദിവസം നമ്മൾ ആസ് യൂഷ്വൽ 11 മണിയായിട്ടാണ് ഇറങ്ങിയത്. ഒരു 10 മണിക്കെങ്കിലും ഇറങ്ങിയായിരുന്നെങ്കിൽ ഒരു സ്ഥലം കൂടെ കവർ ചെയ്യായിരുന്നു. സാരമില്ല, നമുക്ക് ഉറക്കമാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം ആകെ 2 സ്ഥലമാണ് കണ്ടിരിക്കുന്നത്. ആ 2 സ്ഥലങ്ങൾ ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന അയൺ റാസത്ത് എന്നാണ്. ഇതിന്റെ പ്രൊണൗൺസിയേഷൻ ഇങ്ങനെ ആയിരിക്കും. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ റോഡുകളിലൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കാണാൻ സാധിക്കും. വണ്ടിയുടെ കോലം കണ്ടോ, ഡേ 2 ആയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഇതിലും ഭീകരമായ അവസ്ഥയിലൂടെയാണ് ഞങ്ങളുടെ വണ്ടി കടന്നു പോകാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറേ ക്ലിപ്പുകൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ബോർ അടിക്കാതിരിക്കാൻ എനിക്ക് ഡിലീറ്റ് ചെയ്യാനേ തോന്നില്ല. അത്ര ഭംഗിയാണ് കാണാനായിട്ട് ഓരോ പ്ലേസുകളും. ഓൾറെഡി സലാല വന്ന് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മളൊരു ലൊക്കേഷൻ മാത്രമല്ല എൻജോയ് ചെയ്യുന്നത്, യാത്രയാണ് എൻജോയ് ചെയ്യുന്നത്. UAE പോലെ ഇവിടെ സ്പീഡ് ലിമിറ്റോ എവിടെയെങ്കിലും നിർത്തിയാൽ ഫൈൻ കിട്ടുമോ എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും നിർത്താം. മാക്സിമം എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് സലാല. പക്ഷേ സിറ്റിയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ നമ്മൾ എത്തി. റിയാനാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുളിക്കണമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. അവിടെ ചെന്നപ്പോൾ നോ ഡൈവിംഗ് എന്ന് ബോർഡ് കണ്ടപ്പോൾ ഒട്ടയ്ക്ക് നിൽക്കുകയാണ്, എനിക്ക് ഇന്ന് കുളിച്ചേ ഒക്കത്തുള്ളൂ എന്ന്. റിയാൻകുട്ടനാണെങ്കിൽ നടന്ന് തുടങ്ങിയതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമുക്ക് 2 പേരെയും മാനേജ് ചെയ്യാൻ വലിയ പാടായിരുന്നു അന്നത്തെ ദിവസം. പഴക്കൊണ്ടാക്കി വരുന്ന ഒത്തി നല്ല അടിപൊളി ചാറ്റൽ മഴയുള്ള കാലാവസ്ഥയാണ്. ഞാൻ നനഞ്ഞുകൊണ്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. ഇത് ഏകദേശം സലാല സിറ്റിയിൽ നിന്ന് 8 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ള് ഗ്രീൻ ആണ്. ഇവിടെ സലാല ഫുള്ള് ഗ്രീൻ ആണ്, പക്ഷെ ഇത് വേറൊരു ഭംഗിയാണ്. മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ഇതുപോലത്തെ ഹയാക്കിങ്സ് ആണ്. ഈ കാണുന്നത് ഫ്രഷ് വാട്ടർ സ്പ്രിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ മേലി മലയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് മൊത്തവും. ഇവിടെ ഒരു ചെറിയ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു, ഒന്ന് വീണ് ഡ്രസ് മൊത്തവും ചളിയായി. ഈ സീസണിലൊക്കെ സലാല കാണാൻ വരുന്നവർ മസ്റ്റായിട്ട് എക്സ്ട്രാ ഡ്രസ്സ് കരുതണം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ഒരു കാര്യമായിരുന്നു. കുട്ടികൾക്കാണെങ്കിൽ ഒരു ദിവസം 3-4 ഡ്രസ്സ് മാറേണ്ട അവസ്ഥയായിരുന്നു. വെള്ളത്തിൽ വീഴരുത്, ഡ്രസ്സ് പോലും ഇല്ല എക്സ്ട്രാ. അപ്പൊ ഗൈസ്, ഇവിടെ കുളിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ വിചാരിച്ചു കുളിക്കാൻ പറ്റുമെന്ന്. ഇവിടെ കുളിക്കാൻ അലൗഡ് അല്ല. ഇവിടെ 7 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ഓപ്പൺ. എൻട്രി ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് ഇത്രയ്ക്കേ ഉള്ളൂ ഇവിടെ പ്രത്യേകിച്ച് കാണാനായിട്ട്. ഇനി നമ്മൾ കേവിലോട്ട് പോവാണ്. കേവും കൂടെ കണ്ടിട്ട് നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോകും. നിങ്ങൾ കാണുന്നുണ്ടോ മലമുകളിൽ നിന്ന് മഞ്ഞിറങ്ങി വരുന്നത്? അതാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയാൻ. പിന്നെ ഈ ഒരു സീസണിൽ വരുമ്പോൾ നല്ല ഗ്രിപ്പുള്ള ഷൂവും ചെരുപ്പുകളും മേടിച്ചോണ്ട് വരാൻ ശ്രമിക്കുക. ഞാനാണെങ്കിൽ ക്രോക്സ് ഒക്കെ കൊണ്ടാണ് വന്നത്. സംഭവം നനഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും, പക്ഷെ എവിടെ പോയാലും സ്ലിപ്പായി വീഴുമായിരുന്നു. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ 2 പേര് കുളിക്കുന്നത്? അത് കണ്ടപ്പോൾ സിയ വീണ്ടും തുടങ്ങി. അങ്ങനെ അവളെ സമാധാനിപ്പിക്കാനായിട്ട് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വിട്ട് നമുക്കിനി ഈ കേവിലോട്ടാണ് പോകേണ്ടത്. അവിടെ 2 കേവ് ഉണ്ട്. ആക്ച്വലി നല്ല മടിയുണ്ട് കയറാനായിട്ട്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അതുകൊണ്ട് 2 കൽപ്പിച്ചങ്ങ് കയറി. മഴ കാരണം കേവ്സ് ഒക്കെ നല്ല ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. വാട്ടർ ഡ്രിപ്പിംഗ് സൗണ്ട് ഒക്കെ കേൾക്കാം. സലാലയിൽ കാണുന്ന ഇതുപോലത്തെ കേവ്സ് ഒക്കെ ഉണ്ടല്ലോ, നാച്ചുറൽ ആയിട്ട് തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. റെയിൻ വാട്ടറും ലൈം സ്റ്റോൺ റിയാക്ഷൻ വഴിയാണ് ഈ ഷേപ്പിലൊക്കെ ഇതുപോലെ കേവുകൾ ഉണ്ടാവുന്നത്. ഈ റോക്കിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ ക്രാക്കുകൾ വഴി വെള്ളം സ്ലോ ആയി ഉള്ളിലേക്ക് കയറും. എന്നിട്ട് റോക്കിനെ ഡിസോൾവ് ചെയ്ത് ഇതുപോലത്തെ വലിയ വലിയ കേവ്സുകൾ ഉണ്ടാവും. ഇത് കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, ഭയങ്കര വലിയ കേവ് ആണ്. അടിപൊളിയാണ് കേട്ടാ. പക്ഷെ ഇപ്പൊ അവർ കഫേ ആക്കിയത്. കോഫി നല്ല മണമുള്ള കോഫിയാണ് ഇവിടെ കിട്ടുക. അപ്പൊ ഇതാണ് കാഴ്ച. നമുക്കിനി പതുക്കെ താഴെ കയറി പോയി നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോവാം. സമയമില്ല, ഇപ്പൊ തന്നെ ഉച്ച 3 മണിയായി. അപ്പൊ നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പൊ ഗായ്സ്, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അതിനൊപ്പം ഡേഞ്ചറും കൂടെയാണ്. എനിക്കൊന്നും കാണാനില്ല, ഒന്നും കാണുന്നില്ല ഫ്രണ്ട്സ്.
നമ്മൾ അല്ലത്തും വാട്ടർഫോളിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഫുള്ള് മൂടൽമഞ്ഞാട്ടോ. അവിടെ കുളിക്കാനൊക്കെ പറ്റും. കുളിക്കാനുള്ള പ്ലാനിലാണ് പോകുന്നത്. പക്ഷെ ഇത് കണ്ടിട്ട് കുളിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഫുള്ള് മൂടൽമഞ്ഞ്, നമുക്ക് ഒന്നും കാണുന്നില്ല ഡ്രൈവ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഇവിടെ നിർത്തിയിടാന്ന് വിചാരിച്ച്. സകലം പൊളിയാണ് കേട്ടോ. എല്ലാ സ്ഥലങ്ങളും ഇതേ അവസ്ഥയാണ്. ഇന്നലെ പോയ സ്ഥലത്ത് ഇത് തന്നെയായിരുന്നു. മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ബാക്കി കാഴ്ചകളൊക്കെ അല്ലത്തും വാട്ടർഫോളിൽ പോയിട്ട് കാണാം. ആക്ച്വലി നിങ്ങൾ കണ്ടത് മലമുകളിലെ കാഴ്ചയായിരുന്നു. അത്രയും ഫോഗ് ഇറക്കി നിന്നത്. ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി നമ്മൾ ഈ കാണുന്ന വാട്ടർഫോളിലോട്ടാണ് പോകുന്നത്. അയനത്തും വാട്ടർഫോൾ. നമ്മൾ ഓരോ ലൊക്കേഷനിലോട്ട് പോകാനായിട്ട് മല കയറുകയും ഇറങ്ങുകയും ചെയ്യും. ഈ മല കയറുമ്പോഴാണ് ഇത്രയും ഫോഗുകൾ കാണാൻ സാധിക്കുക. ഒരു 3-3:30 കഴിഞ്ഞ് എവിടെയെങ്കിലും പോകാനായിട്ട് മല കയറുമ്പോൾ നമുക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. ആ ടൈമിലൊക്കെ ഞങ്ങൾ ഡ്രൈവ് ചെയ്തത് മൊബൈൽ ക്യാമറ ഓൺ ആക്കിയിട്ടാണ്. ഇവിടെ സലാലയിൽ വരുമ്പോൾ ഒരു ദിവസം കൊണ്ട് 3-4 സ്ഥലങ്ങൾ കണ്ട് കവർ ചെയ്യാന്ന് വിചാരിക്കരുത്. ഇവിടെ കുറച്ച് വെളിച്ചമൊക്കെ വരുന്നത് തന്നെ ഒരു 10 മണി കഴിഞ്ഞിട്ടാണ്. ഒരു 4 മണി കഴിഞ്ഞാൽ ഫുള്ള് ഇരുട്ടി തുടങ്ങും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും റോഡ് സൈഡിൽ ഒരു ലൈറ്റ് പോലും ഇല്ല. ഓക്കെ, അയനത്തും വാട്ടർഫോളിൽ പോകുമ്പോൾ ആൾക്കാർ മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അയനത്തും വാട്ടർഫോൾ കാണാൻ പോകുമ്പോൾ അവിടെ 3 സ്പോട്ടുകളുണ്ട്. എല്ലാവരും ഈ അയനത്തും വാട്ടർഫോൾ മാത്രം കണ്ടിട്ട് തിരിച്ചു വരും. ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഈ ഒരു ലൊക്കേഷനിലാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ചെറുതായിട്ട് തെറ്റി ആ ലൊക്കേഷനിൽ പോയതാണ്. പക്ഷെ അവിടെയും മിസ് ചെയ്യാതെ കാണുക പോകുന്നവര്. നേരെ പിടിക്കും. ജാക്കറ്റ് നനയ്ക്കരുത്. ജാക്കറ്റ് നനച്ചാ പിന്നെ ഒന്നും ഇല്ല ഇടാൻ. ഇല്ലേ പച്ചാ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന സ്പോട്ട് അയനത്തും വാട്ടർഫോളിന്റെ ഒരു പാർക്കിംഗ് ആയിരിക്കും. ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല. അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് അകത്തോട്ട് നമ്മൾ നടന്ന് ചെല്ലണമായിരുന്നു. ഞങ്ങൾ അവിടെ നിർത്താതെ മേലോട്ട് കയറിയപ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇത്. ഗായ്സ്, ഇപ്പൊ നമ്മൾ ഈ കാണുന്ന 2ാമത്തെ സ്പോട്ടിലാണ്. നമ്മൾ ആ വാട്ടർഫോളിന്റെ ഏറ്റവും മേളിലാണ്. ഈ വെള്ളമാണ് അവിടെ താഴെ പോയിട്ട് വാട്ടർഫോൾ ആയിട്ട് ഈ ഒഴുക്കിലെ വാട്ടർഫോൾ ആവുന്നു. പക്ഷെ നമ്മൾ ഈ ഇറങ്ങി വരുന്ന വേ ഉണ്ടല്ലോ, പൊളിയാണ് കേട്ടോ. ഞങ്ങൾ ഈ നിൽക്കുന്ന 2ാമത്തെ സ്പോട്ടിൽ അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ആർക്കും അറിയാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മനുഷ്യരും ഇല്ല. പിന്നെ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ എക്സ്ട്രാ കെയർ തന്നെ ചെയ്യണം. നല്ല തെറ്റലുണ്ടായിരുന്നു അവിടെ എല്ലാ സ്ഥലങ്ങളിലും. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളൊരു ഡെസേർട്ട് കൺട്രിയിലാണ് നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. നാച്ചുറലും ഗ്രീനറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഹെവൻ തന്നെയാണ്. ഞങ്ങൾ പൊതുവേ ഗ്രീനറിയും മഴയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര സ്വർഗം പോലെ ഫീൽ ചെയ്ത്. അങ്ങനെ ഗായ്സ്, നമ്മുടെ മെയിൻ സ്പോട്ടായ അയനത്തും വാട്ടർഫോളിലോട്ടാണ് നമ്മൾ ഈ നടന്ന് ചെല്ലുന്നത്. അവിടെ അടുത്ത് ചെന്ന ഉടനെ നമ്മൾ കണ്ട കാഴ്ച പൊളി കാഴ്ചയായിരുന്നു. ഈ ക്യാമറയിൽ കാണുന്ന പോലെ ഒന്നും അല്ല, നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് സംഭവം. നമ്മുടെ ആതിരപ്പള്ളിയുടെ അത്ര വെള്ളമൊന്നും ഇല്ലെങ്കിലും പക്ഷെ ആ വീഴുന്ന വെള്ളത്തിന് ഭയങ്കര ഭംഗിയായിരുന്നു. ഈ താഴെ കാണുന്ന വെള്ളം ഉണ്ടല്ലോ, നല്ല ഗ്രീൻ ആണ്. ഞങ്ങൾ ആദ്യമായിട്ട് ലൈഫിൽ ഗ്രീൻ വാട്ടർ ഒക്കെ കാണുന്നത്. അതിനോടൊപ്പം ഈ മലയും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും മാത്രമേ കിട്ടിയുള്ളൂ. അവിടെ വെച്ച് എൻ്റെ മൊബൈലും ഗോപ്രോ എല്ലാം ഒന്നിച്ചങ്ങ് ഓഫായി പോയി. ഖരീഫ് സീസണിൽ സലാലയിൽ വിസിറ്റ് ചെയ്യുന്നവർ അലൈനത്തും വാട്ടർഫോൾ മിസ് ചെയ്യരുത്. ഈ വാട്ടർഫോൾ ഫുൾ ഫ്ലോയിൽ കാണാൻ പറ്റുന്ന ഈ ഒരു സീസണിൽ മാത്രമാണ്. ഹലോ Hello. I am eating corn fry. Corn fry. Amarga party പിക്നിക്ക് വന്നാലും പണിയെടുക്കുക, ചോറും കറിയും വെക്കുക. നീ നാടു റോഡിലാണെങ്കിൽ അവിടെ ഇരുന്ന് ചോറും കറിയും വെക്കുക. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഞങ്ങൾ ഇതുവരെ ഉച്ചയ്ക്ക് ആരും കഴിച്ചില്ല ഗൈസ്. കാരണം ഇവിടെ എല്ലാം മല കയറി പോകുന്നതുകൊണ്ട് തന്നെ ഒരു കടയും കാണത്തില്ല ഫുഡ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാം സെറ്റപ്പ് ആയിട്ട് ആണ് വരുന്നത്. പക്ഷെ ഇന്ന് കുറച്ച് ലേറ്റായി കുക്ക് ചെയ്യാനായിട്ട്.
പോയ സ്ഥലം കുറച്ച് മലയും മഴയും മഞ്ഞും മൂടലും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങള് അത് കണ്ട് ഇറങ്ങിയിട്ട് ശേഷം താഴെ കുറച്ച് ഫ്രീ സ്പേസിൽ നിന്ന് മാഗിയും പിന്നെ തക്കാളി റൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് റൈസ് ഞാൻ വീട്ടിൽ നിന്ന് വേവിച്ചോണ്ട് വന്നായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് വഴറ്റി ഒന്ന് സെറ്റാക്കിയാൽ മാത്രം മതി. അപ്പൊ ഗായ്സ് ഇത്രയ്ക്കേ ഉള്ളൂ ഈ വ്ളോഗ് എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ പറയാത്ത ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. നാളെ Day 3 സലാല വ്ളോഗ് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.